പിതാക്കന്മാർ നമുക്ക് തന്നിരിക്കുന്ന തിരുവചനങ്ങൾ ധ്യാനിക്കുന്നത് ഉചിതമാണല്ലോ. ഇന്നത്തെ വിശുദ്ധ കുർബാന പുത്തനാക്കുവാൻ വേണ്ടി, പുത്തൻ കൃപകൾക്ക് വേണ്ടി നമ്മുടെ സ്വന്തം വഴികളും വിചാരങ്ങളും ഉപേക്ഷിച്ച് എല്ലാ ദിവസവും നമ്മൾ നശിച്ചു പോകാതിരിക്കുന്ന കർത്താവിൻ്റെ കൃപയാലാണെന്നുള്ള വിലാപങ്ങൾ 3-ാം അധ്യായം 22-21 വാക്യം അനുസരിച്ച് ഇന്നത്തെ കുർബാനയെ പുത്തനാക്കുവാൻ തക്കവണ്ണം കർത്താവ് തന്ന പുത്തൻ കൃപകൾക്കായി കർത്താവിനുള്ള നമ്മുടെ സ്നേഹത്തിൻ്റെ പ്രകടനങ്ങൾ, സ്വന്തം വഴിയും വിചാരം ഉപേക്ഷിച്ച് കർത്താവിനെ ആരാധിപ്പാൻ നമ്മുടെ വരവ്, ഇവയൊക്കെയും കർത്താവിൻ്റെ കരുണ നമുക്ക് ലഭിക്കാനിടയാക്കി നന്ദി പറയുക. ഇച്ഛിക്കുന്നവനാലുമല്ല, ഓടുന്നവനാലുമല്ല, കരുണ തോന്നുന്ന ദൈവത്താൽ അത്രേ സകലവും സാധിക്കുന്നു എന്ന് പറഞ്ഞുള്ള വചനപ്രകാരം നമ്മൾ കർത്താവിൻ്റെ കരുണ യാചിച്ചു. പല പ്രാവശ്യം ക്രിയലാശം ചൊല്ലി നമ്മൾ അതെല്ലാം ഇന്നത്തെ വഴിയും സത്യവും ജീവനായ യേശുവിലൂടെ നമ്മുടെ ലോകത്തെക്കാൾ വിലയുള്ള പ്രാണൻ സ്വർഗത്തിലെത്തി. അത് പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന യേശുവിൻ്റെ മാറിലെത്തിയിട്ട് അത് കർത്താവിൻ്റെ പ്രത്യക്ഷതയെങ്കിൽ മണവാട്ടി സഭയായി രൂപാന്തരപ്പെടുവാൻ നമ്മൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധ മാതാവാണ് കൃപായുഗത്തിൽ ആദ്യമായി ഹൃദയം ശുദ്ധീകരിക്കപ്പെട്ട് ദൈവത്തെ കണ്ട് ദൈവത്തെ സ്വീകരിച്ച് ആ കർത്താവിനെ വളർത്തി സ്വർഗത്തോളം ഉയർത്തിക്കൊണ്ടുപോയത്. നമുക്കും മാതാവിൻ്റെ മാതൃകയിൽ ഹൃദയം ശുദ്ധീകരിക്കാം, ഹൃദയത്തെ അശുദ്ധമാക്കുന്ന എല്ലാ കാര്യങ്ങളോട് യാത്ര പറയാം. നമ്മളെ യേശുവിൻ്റെ വചനത്താലും ആത്മാവിനാലും സ്തോത്രത്താലും യേശുവിൻ്റെ രക്തത്താൽ നമ്മൾ ശുദ്ധീകരിക്കപ്പെടുമ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ കുടിയിരിപ്പിൻ്റെ ഭവനമായി നമ്മൾ മാറുമ്പോൾ, നമ്മുടെ ഹൃദയത്തിൽ യേശു ജനിച്ച് വളർന്ന് സ്വർഗാരോഹണം ചെയ്തു കഴിയുമ്പോൾ പെന്തിക്കോസ്തിയുടെ അനുഭവത്തിൽ പരിശുദ്ധാത്മ ഫലങ്ങൾ വിളയുന്ന വിളഭൂമിയായി നമ്മൾ മാറുന്നു. അത് അനേകർക്ക് നമ്മൾ നൽകുമ്പോൾ അത് ഇരട്ടിയായിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ആത്മീയ വ്യാപാരം അങ്ങനെ ലാഭകരമാക്കി അനേകരെ നേടി ദൈവരാജ്യം സ്വന്തമാക്കി ദൈവരാജ്യത്തിനെ പ്രവേശിപ്പിക്കുന്ന ആ മനോഹരമായ അനുഭവം നമുക്ക് ലഭിക്കാൻ മാതാവിൻ്റെയും കർത്താവിൻ്റെയും മാതൃകയിൽ ജീവിതയാത്ര തുടരാൻ നമ്മളെ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനിയുള്ളതായ കുർബാനകൾ, അടുത്ത ഞായറാഴ്ചത്തെ കുർബാന, നമ്മുടെ യാമപ്രാർത്ഥനകൾ, ഇവയെല്ലാം തന്നെ ശുദ്ധീകരണത്തിനും കരുണയ്ക്കും കൃപയ്ക്കും അങ്ങനെ ചീത്ത പാരമ്പര്യങ്ങളെ ഉപേക്ഷിച്ച് നല്ല പാരമ്പര്യം പിതാക്കന്മാർ തന്നതിനെ അനുകരിച്ചുകൊണ്ട് നമ്മൾ തലയായ ക്രിസ്തുവിനും വളരുവാനിടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, ഈ വെള്ളിയാഴ്ച ദിവസത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. വാങ്ങിപ്പെരുന്നാളിന് ശേഷമുള്ള 5-ാം ഞായറാഴ്ചത്തെ ആരാധനയ്ക്ക് ഒരുങ്ങുവാൻ ഞങ്ങൾക്ക് തന്ന ഈ അവസരത്തിനായി നന്ദി പറയുന്നു. ഇന്നോട് വന്നു ചേർന്ന വിശ്വാസികളായ എല്ലാവരും ഓർക്കുന്നു. വരാൻ ആഗ്രഹിച്ചിട്ട് സാധിക്കാതെ പോയവരെ ഓർക്കുന്നു. വാങ്ങിപ്പോയവരെയും പ്രിയപ്പെട്ടവരെയും ദൂരെയും ചാരയുമുള്ളവരെയും വേദന അനുഭവിക്കുന്നവരെ എല്ലാവരും ഞങ്ങൾ ഓർക്കുന്നു. ഈ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുകയും ഇതിൽ ശുശ്രൂഷിക്കുകയും ചെയ്ത ഈ സഹോദരന്മാരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ശോഭനമായ ഭാവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്നിവിടെ കുർബാനയിൽ ഓർക്കണമെന്ന് ഞങ്ങളോട് ആവശ്യപ്പെട്ട് ദൂരെയും ചാരയുമായിരിക്കുന്ന വാങ്ങിപ്പോവരെയും എല്ലാവരെയും ഞങ്ങൾ ഓർത്ത് അവർക്കെല്ലാം കൊടുത്ത അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ജീവിതയാത്ര ഞങ്ങളെ സഹായിക്കണമെന്ന് യേശുവിന്റെ നാമത്തിൽ യാചിക്കുന്നത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയിലേറ്റുവാനായിട്ട് തന്നെ. വായിക്കേണ്ടതാണ്. അതിൽ നിന്ന് ചില വാക്യങ്ങൾ ഉദ്ധരിച്ച് ധ്യാനിക്കുകയാണ്. 20 മുതലതായ ഭാഗങ്ങൾ 7-ന്റെ 20-ഉം 21-ഉം 22, 21 വാക്യങ്ങളിലെ മനുഷ്യനിൽ നിന്ന് പുറപ്പെടുന്നത് അത്രേ മനുഷ്യനെ അശുദ്ധനാക്കുന്നത്. അകത്തുനിന്ന് മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നത് ദുഷ്ചിന്ത, വ്യഭിചാരം, വേശ്യാദോഷം, കൊലപാതകം, മോഷണം, അത്യാഗ്രഹം, ദുഷ്ടത, വഞ്ചന, കാമാസക്തി, അസൂയ, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവയാവും. ഈ തിന്മകളെല്ലാം അകത്തുനിന്ന് പുറപ്പെട്ട് മനുഷ്യനെ അശുദ്ധനാക്കുന്നു. ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള പാഠം എന്താണ്? പരിശുദ്ധ കന്യാമറിയാമിനെ പരിശുദ്ധ എന്ന് വിളിക്കാൻ കാരണം എന്താണ്? കന്യാമറിയാമിന്റെ ഹൃദയം ഗർഭം മുതലേ
വിശുദ്ധാത്മാവിന് വസിക്കാൻ പറ്റിയ സ്ഥലമായി പ്രാർത്ഥനയുടെ മറുപടിയായിട്ട് മാതാവ് ജനിച്ചു എന്ന് മാതാവിന്റെ ജീവചരിത്രം പറയുന്നു. മക്കളില്ലാത്ത ദുഃഖവുമായി യുയാക്കിയും ഹന്നായും അനേക വർഷങ്ങൾ കരഞ്ഞു വിലപിച്ച് നടന്ന് അവസാനം അവര് 40 ദിവസം ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ച് മാറിയിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ സന്ദേശം അവർക്ക് ലഭിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. പ്രാർത്ഥനയുടെ മറുപടിയായിട്ടാണ് മറിയാം ജനിച്ചത്. അവർ പ്രാർത്ഥിച്ചത് ഒരു കുഞ്ഞിനെ തരികയാണ്, കുഞ്ഞിനെ ദൈവത്തിന് കൊടുത്തേക്കാമെന്നുള്ള നേർച്ചയുണ്ടായിരുന്നു. നേർച്ച നിവർത്തിക്കാനായിട്ട് 3 വർഷക്കാലം കുഞ്ഞിനെ പാല് കുടിപ്പിച്ച ശേഷം പള്ളിയിൽ കൊണ്ട് ബാലികാഭവനത്തിലാക്കിയെന്നാണ് ചരിത്രം പറയുന്നത്. അങ്ങനെ പഴയ നിയമത്തിലെ ഉൽപ്പത്തി മുതൽ മലാഖി വരെയുള്ള വേദഭാഗങ്ങളുടെ പള്ളിയിൽ വായിക്കുന്നതും പഠിപ്പിക്കുന്നതും ധ്യാനിപ്പിക്കുന്നതുമെല്ലാം മാതാവ് ശ്രദ്ധിച്ചു കേട്ടു. ദൈവത്തിന്റെ തിരുവചനങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിക്കുവാനുള്ള ഒരു കഴിവ് മാതാവിന് കിട്ടിയിരുന്നു. സംഗ്രഹിക്കുന്ന വചനങ്ങൾ ധ്യാനിക്കുക, ധ്യാനിച്ചിട്ടവ പ്രാർത്ഥനയാക്കി മാറ്റുക, പ്രാർത്ഥിച്ചിട്ട് അത് അനുഭവമാകുന്നവരെ ജാഗരിക്കുക. ഇതൊക്കെ മാതാവിന്റെ സ്വഭാവങ്ങളായിരുന്നു. പഴയ നിയമത്തിലെ ഏതെല്ലാം ഭാഗങ്ങളാണ് മാതാവ് ഇണചേർത്ത് ചിന്തിച്ചുകൊണ്ടിരുന്നത്? വേദോത്സവം പഠിക്കുവാനും ധ്യാനിക്കുവാനും പ്രാർത്ഥിക്കുവാനും വചനങ്ങൾ ഇണചേർത്ത് ചിന്തിക്കാൻ പഠിക്കണം. വേദോത്സവത്തിൽ എല്ലാ വാക്യങ്ങൾക്കും ഇണയുണ്ടെന്നാണ് പറയുന്നത്. വേദോത്സവത്തിലെ വാക്യങ്ങളുടെ ഇണ തപ്പി നടന്ന് അവയെ നമ്മുടെ ഹൃദയത്തിൽ ഇണ ചേർക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വചനമായ ദൈവം ഉരുവായി വളരുമെന്നുള്ളതാണ് മാതാവ് നമ്മളെ പഠിപ്പിക്കുന്ന പാഠം. യെശയ്യാവിന്റെ പുസ്തകം 34 അധ്യായത്തിൽ യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കണമെന്ന് എഴുതിയിട്ടുണ്ട്. എന്താ അന്വേഷിച്ചുകൊണ്ടാണ് വായിക്കേണ്ടതെന്ന് അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. കന്യമറിയാമന്റെ വേദപഠനത്തിനിടയിൽ മനസ്സിൽ ആഴമായി പതിഞ്ഞ ഒരു വാക്യമാണ് യെശയ്യാ 34:16, 17 വാക്യങ്ങൾ. യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ച് നോക്കുവീൻ, അവയിലൊന്നും കാണാതിരിക്കുകയില്ല, ഒന്നിനും ഇണയില്ലാതിരിക്കുകയില്ല. ദൈവത്തിന്റെ വായല്ലോ കൽപ്പിച്ചത്, അവന്റെ ആത്മാവത്ര അവയെ കൂട്ടി വരുത്തിയത്. അപ്പൊ യെശയ്യാവിന്റെ പുസ്തകം 34 അധ്യായം 16 വാക്യം മാതാവ് വായിച്ച് പഠിച്ചപ്പോൾ വേദോത്സവം മുഴുവൻ വായിക്കേണ്ടി വന്നു. ഈ ഒരു വാക്യം വായിച്ചാൽ മതി, വേദോത്സവം മുഴുവൻ വായിക്കാൻ നിർബന്ധിതമാകും. എന്താ കാരണം? യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കണമെന്ന് എഴുതിയിരിക്കുന്നു. യഹോവയുടെ പുസ്തകത്തിൽ നിങ്ങൾ അന്വേഷിച്ച് വായിച്ചു നോക്കിയിട്ടുണ്ടോ? വേദപുസ്തകത്തിനെയാണ് ഇവിടെ യഹോവയുടെ പുസ്തകം എന്ന് പറഞ്ഞിരിക്കുന്നത്. യഹോവയുടെ പുസ്തകം വായിക്കണം, അന്വേഷിക്കണം. എന്തൊക്കെയാണ് അന്വേഷിക്കേണ്ടത്? എങ്ങനെയൊക്കെയാണ് വായിക്കേണ്ടത്? പുതിയ പരിഭാഷയിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിക്കുകയും അവയിലൊന്നും നിഷ്ഫലമാകുകയില്ല, ഒന്നിനും ഇണയില്ലാതിരിക്കുകയുമില്ല. അവന്റെ വായല്ലോ കൽപ്പിച്ചത്, അവന്റെ ആത്മാവത്ര അവയെ കൂട്ടി വരുത്തിയത്. ദൈവത്തിന്റെ ആത്മാവ് കൂട്ടി വരുത്തിയ വചനങ്ങളാണ് വേദോത്സവത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത്. അവയ്ക്കെല്ലാം ഇണയുണ്ടെന്നാണ് പറയുന്നത്. ഇണയുള്ള വേദവാക്യങ്ങൾ ഏതെല്ലാമാണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ?
വേദോസം പല പ്രാവശ്യം വായിച്ചു കാണും, കേട്ട് കാണും. പക്ഷെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിൽ പതിയുന്ന ഒരു വാക്യം വരും. അതിന് എണ്ണ തപ്പിയുള്ള വായന പിന്നെ തുടരേണ്ടി വരും. അങ്ങനെ വായിക്കുമ്പോഴാണ് വേദോസം നമ്മുടെ സ്വന്തമായിത്തീരുന്നത്. അപ്പൊ യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചിട്ട് ഇണവാക്യങ്ങൾ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടോ? ഈ വേദോസത്തിലെ വാക്യങ്ങളെല്ലാം ഇണ വിരിച്ചിട്ടിരിക്കുക. വായിക്കുന്നവരുടെ ചുമതല ഇണ ചേർക്കുക എന്നുള്ളത്. വായിക്കുന്നവർക്കൊരു ജോലി തന്നിരിക്കുക. വേദോസത്തിലെ വാക്യങ്ങളെല്ലാം പരിചയപ്പെട്ടതിന് ശേഷം ഇതിന്റെ ഇണ ഏതാണെന്ന് തപ്പി നടക്കുക. അപ്പൊ ദൈവം മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്ന ഒരു ജോലിയാണിത്. പുസ്തകം വായിക്കുക, അന്വേഷിക്കുക, ഇണയെ കണ്ടുപിടിക്കുക. ജീവിതം തന്നെ അതിലെ എല്ലാ കുടുംബങ്ങളിൽ നടക്കുന്ന ഒരു അന്വേഷണമായി ഇണയെ അന്വേഷിച്ചുള്ളതായ യാത്രകൾ, ആലോചനകൾ, ചിന്തകൾ. ഒരു കുടുംബത്തിൽ ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ പറന്നു കഴിഞ്ഞാൽ അവർ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ അന്വേഷണം ഇണ ആരാണെന്നാ, അല്ലേ? ഇണയെ തപ്പി നടക്കുക. അങ്ങനെയാണ് കല്യാണ ആലോചനകൾ, വിവാഹ ഉപദാശയിലേക്ക് നയിച്ചിട്ട് അങ്ങനെ പുതിയ പുതിയ കുടുംബങ്ങൾ ഉണ്ടാകുന്നത് ഇണയെ അന്വേഷിച്ചുള്ളതായ കുടുംബങ്ങളുടെ അന്വേഷണങ്ങളാണ്. എല്ലാ വ്യക്തികളുടെയും ജീവിതത്തിൽ ഒരു കുടുംബമുണ്ട്. എല്ലാ മനുഷ്യന്റെ വ്യക്തിത്വത്തിലും ഒരു കുടുംബമുണ്ട്. നമ്മുടെ വ്യക്തിത്വത്തിലെ കുടുംബത്തിലെ ആത്മാവ്, ദേഹി, ദേഹം. ദേഹം, ദേഹി, ആത്മാവ് എന്ന് പറഞ്ഞ 3 ഘടകങ്ങൾ ചേർന്നൊരു കുടുംബമാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധ റൂഹ എന്നറിയപ്പെടുന്ന ദൈവവും ഒരു കുടുംബമാണ്. ആ ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരും കുടുംബങ്ങളാണ്. അപ്പം ദൈവത്തിന്റെ തിരുക്കുടുംബത്തിൽ ഒരു പിതാവുണ്ട്, ഒരു പുത്രനുണ്ട്, അമ്മയുടെ സ്വഭാവമുള്ള പരിശുദ്ധാത്മാവുമുണ്ട്. ഇപ്പൊ സ്വർഗത്തിലെ ദൈവത്തെ പരിചയപ്പെടുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിൽ പിതാവുമുണ്ട്, പുത്രനുമുണ്ട്, പരിശുദ്ധാത്മാവുമുണ്ട്. പരിശുദ്ധാത്മാവിന് അമ്മയുടെ സ്വഭാവമുണ്ട് എന്ന് യെശയ്യാ 66 എഴുതിയിട്ടുണ്ട്. ആരിലും കണ്ടിട്ടുണ്ടോ വാക്യം? യെശയ്യാ 66 അധ്യായത്തിൽ ദൈവത്തിന് അമ്മയുടെ സ്വഭാവമുണ്ടെന്ന്. അപ്പന്റെ സ്വഭാവമുണ്ട്, മകളുടെ സ്വഭാവമുണ്ട്. അപ്പനും മകനും അമ്മയുടെ സ്വഭാവമുള്ള പരിശുദ്ധാത്മാവും. അപ്പം പിതൃപുത്ര പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തിന് അതിൻ്റെ കുടുംബത്തിന്റെ സ്വഭാവങ്ങളുണ്ട്. യെശയ്യാ 66 എത്രാമത്തെ വാക്യത്തിലാണ് അമ്മയെ ആശ്വസിപ്പിക്കുന്ന പോലെ ദൈവം നമ്മളെ ആശ്വസിപ്പിക്കുമെന്ന് എഴുതിയിരിക്കും. എത്രയാണെന്നറിയാവും? നിങ്ങളായാലും കണ്ടോ? യെശയ്യാവിന്റെ പുസ്തകം 66 അധ്യായത്തിൽ അമ്മയെ ആശ്വസിപ്പിക്കുന്ന പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ആ വാക്യം എവിടെയാണെന്ന് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? 14 13 അമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും, നിങ്ങൾ യെരൂശലേമിൽ ആശ്വാസം പ്രാപിക്കും. അപ്പം ദൈവത്തിന്റെ ഉള്ളിൽ അമ്മയുടെ സ്വഭാവമുണ്ട്. അമ്മ പിള്ളേരെ ആശ്വസിപ്പിക്കുന്ന പോലെ നമ്മളെ ആശ്വസിപ്പിക്കുന്നതാണ്. 10-ാം വാക്യത്തിലെ യെരൂശലേം സ്നേഹിക്കുന്ന ഏവരുമേ അവളോട് സന്തോഷിക്കുകയും അവളെ ചൊല്ലി ഘോഷിച്ചുല്ലസിക്കുകയും അവളെ ചൊല്ലി വിലപിക്കുന്ന ഏവരുമേ അവളോട് ആനന്ദിക്കുകയും. അമ്മ എങ്ങനെയാണ് പിള്ളേരെ ആശ്വസിപ്പിക്കുന്നതെന്നുള്ള അതേ രീതിയിൽ തന്നെ സ്വർഗത്തിലെ പരിശുദ്ധാത്മാവ് 11-ാം വാക്യത്തിൽ
സ്വർഗത്തിലെ അമ്മയുടെ സാന്ത്വന സനങ്ങൾ പാനം ചെയ്ത് തൃപ്തരാകുകയും അവളുടെ പാല് നുകർന്ന് അവളുടെ മഹിമാധിക്യത്തിൽ പ്രമോദിക്കുകയും. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾക്ക് കുടിക്കുവാൻ വേണ്ടി ഞാൻ അവൾക്ക് നദി പോലെ സമാധാനവും കവിഞ്ഞൊഴുകുന്ന തോടുപോലെ ജനതകളുടെ മഹത്വവും വർദ്ധിപ്പിച്ചു കൊടുക്കും. നിങ്ങളെ പാർശ്വത്തിൽ എടുത്തുകൊണ്ട് നടക്കുകയും കാൽമുട്ടുകളിൽ മേൽ ഇരുത്തിൽ ആളിക്കുകയും ചെയ്യും. അപ്പൊ അമ്മയെ ആശ്വസിപ്പിക്കുന്ന പോലെ ആശ്വസിപ്പിക്കുമെന്ന് പറയുന്നതിന് മുകളിൽ അമ്മമാർ ചെയ്യുന്ന പണികളൊക്കെ കർത്താവ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. പാലൂട്ടും, മടിയിലിരുത്തും, എടുത്തോണ്ട് നടക്കും, ലാളിക്കും, ആശ്വസിപ്പിക്കും. ഇതെല്ലാം പരിശുദ്ധ മാതാവ് വേദോത്സവം വായിച്ചപ്പോൾ കണ്ടെത്തിയ കാര്യങ്ങളാണ്. അപ്പം മാതാവ് അതൊക്കെ വായിച്ചു കഴിഞ്ഞിട്ട് ആ ആശ്വാസം എനിക്കും വേണം, എന്നിട്ട് ആ ആശ്വാസം മറ്റുള്ളവർക്ക് കൊടുക്കണം എന്നുള്ള ആഗ്രഹത്തിൽ വചനങ്ങൾ ഇണയേർത്ത് ചിന്തിക്കാൻ തുടങ്ങി. വചനങ്ങൾ ഇണയേർത്ത് ഹൃദയത്തിൽ ചിന്തിക്കുമ്പോൾ ഹൃദയം വിശാലമായി സമുദ്രം പോലെയാകുമ്പോൾ നദി പോലെയുള്ള സമാധാനം ഇവിടെ ഒഴുകി വരുമെന്നുള്ള കാര്യവും മറിയാമിന് അനുഭവപ്പെട്ടതാണ്. 3 വയസ്സ് തൊട്ട് 12 വയസ്സ് വരെ 9 വർഷക്കാലം പള്ളിയിൽ താമസിച്ചപ്പോൾ മാതാവിന്റെ ഹൃദയം സമുദ്രം പോലെ വിശാലമായി. മാതാവിന്റെ ഹൃദയത്തിൽ വചനങ്ങൾ ഇണയേർന്നുകൊണ്ടേയിരുന്നു. അതങ്ങനെ വിശാലമായിക്കൊണ്ടേയിരുന്നു. ആ സമുദ്രത്തിലേക്ക് നദി പോലെ സമാധാനം ഒഴുകി വന്നതുകൊണ്ടാണ് ഒരു മാർച്ച് മാസം 25-ാം തീയതി ഗബ്രിയേൽ മലാഹ വന്ന് കൃപ നിറഞ്ഞ മറിയാമേ നിനക്ക് സമാധാനം എന്ന് പറഞ്ഞു. കൃപ നിറഞ്ഞ മറിയാമിന് നദി പോലെ സമാധാനം കിട്ടി. ആ സമാധാനത്തിലാണ് യേശുവിനെ വളർത്തിയപ്പോൾ യേശു സമാധാനമായി. അവൻ നമ്മുടെ സമാധാനം. എഫേസ്യർ 2:14. അപ്പോസ്തലനായ പൗലോസ് യേശുവിനെ പരിചയപ്പെട്ടപ്പോൾ അവൻ തന്നെ സമാധാനമാണെന്ന് കണ്ടെത്തി. സമാധാനമായ യേശുവിന്റെ സമാധാനത്തിന്റെ അനുഭവമാണ് വിശുദ്ധ കുർബാനയിലൂടെ സഭയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഇന്ന് രാവിലെ 7 മണി മുതൽ 8 വരെ ഇവിടെ ഉണ്ടായിരുന്ന കുർബാനയിലും ഈ ധ്യാനത്തിന്റെ 1-ാം ഭാഗം നടന്നു കഴിഞ്ഞു. അങ്ങനെ വിശുദ്ധ കുർബാനയിൽ പല പ്രാവശ്യം ഒരു പുരോഹിതൻ പടിഞ്ഞാറോട്ട് തിരിഞ്ഞു നിന്ന് സമാധാനം നമുക്ക് തരുന്നു. ആ സമാധാനത്തിന്റെ നദി നമ്മുടെ ഹൃദയത്തിലേക്ക് ഒഴുക്കിവിടുകയാണ്. ആ സമാധാനം നിറഞ്ഞു കവിയുമ്പോൾ തിരിച്ചത് ബാക്കിയുള്ള ദൈവത്തിന്റെ സന്നിധിയിൽ തന്നെ സ്വർഗത്തിലെ ബാങ്കിൽ നിക്ഷേപിക്കാനാതെ ഞങ്ങൾ കിട്ടിയ സമാധാനത്തിന്റെ ബാക്കി അത് ഞങ്ങളിലേക്ക് ഒഴുകി വന്നത് അത് തിരികെ ഈ പുരോഹിതനും കൂടെ കൊടുത്തിട്ട് എല്ലാവരും കൂടെ സ്വർഗത്തിലെ ബാങ്കിൽ നിക്ഷേപിച്ചിട്ട് പിന്നെ അത് ആവശ്യം പോലെ നമ്മൾ ഉപയോഗിക്കുകയാണ്. ഇത്രയും നാൾ സഭയിൽ ജീവിച്ചിട്ട് വേദോത്സവം വായിച്ചിട്ട് സമാധാന നദി പോലെ കിട്ടിയോ? കിട്ടിയ സമാധാന നദി ബാക്കി കർത്താവിന്റെ കയ്യിൽ തന്നെ നമ്മൾ സൂക്ഷിച്ച് വെക്കുന്നുണ്ടോ? അത് അടുത്ത തലമുറയിലേക്ക് പോകുന്നുണ്ടോ എന്നൊക്കെയും പരിശോധിക്കണം. മാതാവിന്റെ ഹൃദയത്തിൽ ഇണചേർന്ന വാക്യങ്ങൾ ഏതെല്ലാമാണ്? വചനം ഇണചേർന്ന് വികസിച്ചപ്പോൾ അത് ശുദ്ധ ഹൃദയമായി മാറി, പരിശുദ്ധ ഹൃദയമായി മാറി. വചനം ദൈവം തന്നെയാണ് എന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പോൾ വചനവുമായ ദൈവം നമ്മുടെ ഹൃദയത്തിൽ വസിച്ച് വളരുകയാണെങ്കിൽ നമുക്ക് ഈ വചനമായ ദൈവത്തെ അനേകർക്ക് കൊടുത്ത് ഈ സമാധാനവും സന്തോഷവും അനേകരുമായി പങ്കിടാൻ സാധിക്കുമെന്ന് പറയും. മാതാവ് വചനങ്ങൾ ഇണയേർത്ത് ചിന്തിച്ചപ്പോൾ എങ്ങനെ അത് ദൈവത്തെ സ്വന്തമാക്കാനുള്ള അനുഭവമായി മാറി. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിലെ മനുഷ്യജാതിക്കുണ്ടായതായ ഏറ്റവും വലിയ പ്രശ്നത്തെക്കുറിച്ച് ഹവ്വായുടെയും മാതാവിന്റെയും ഉള്ള പാപ വീഴ്ചയെക്കുറിച്ച് അവിടെ സൂചിപ്പിക്കുന്നു. ഏദൻ തോട്ടത്തിൽ പിശാച് കയറി, പാമ്പിനകത്ത് കയറി, പാമ്പിലൂടെ വഞ്ചിക്കപ്പെട്ട് ഏദൻ തോട്ടം നഷ്ടപ്പെട്ട് ഭൂമി ശപിക്കപ്പെട്ട്
മനുഷ്യജാതിക്ക് മുഴുവനും വലിയ അപകടം സംഭവിച്ചപ്പോൾ ഉൽപ്പത്തി 3-ാം അധ്യായത്തിൽ 15-16 വാക്യങ്ങളിൽ നമ്മളെന്ത് വായിക്കുന്നു? ഞാൻ നിനക്കും സ്ത്രീക്കും തമ്മിലും നിന്റെ സന്തതിക്കും സ്ത്രീയുടെ സന്തതിക്കും തമ്മിലും ശത്രുത്വം ഉണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാല് തകർക്കുന്നു. അപ്പൊ സ്ത്രീയുടെ സന്തതി സർപ്പത്തിന് തലയെ ചതിക്കുമെന്നുള്ളൊരു പ്രവചനം അത് കന്യമറിയാൻ വായിച്ചപ്പോൾ ധ്യാന വിഷയമാക്കി, അതുള്ളിൽ സംഗ്രഹിച്ചു. ഹവ്വായുടെ വീഴ്ചയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി വേറൊരു സ്ത്രീയുടെ മകനായി ദൈവം അവതരിച്ചിട്ട് ആ പാപപ്പാമ്പിന് തല ചതച്ചിട്ട് മനുഷ്യരെ രക്ഷിക്കുമെന്നുള്ളൊരു കാര്യമാണ് ഇവിടെ സൂചിപ്പിച്ചത്. അത് മറിയാമിനെ വളരെയധികം ആകർഷിച്ച കാര്യമാണ്. അതിനായി അനേകം നാൾ പ്രാർത്ഥിച്ചു. പാപപ്പാമ്പിന് തലയതിക്കുന്ന സ്ത്രീയെ എനിക്ക് കാണണം, ആ സ്ത്രീ ആരായിരിക്കും എന്നുള്ളൊരു ജിജ്ഞാസയും അന്വേഷണവും ഉണ്ടായിരുന്നു. അപ്പോഴാണ് യെശയ്യാവിന്റെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 14-15 വാക്യങ്ങൾ വായിക്കാൻ വന്നപ്പോൾ കന്യാഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കാൻ ഇമ്മാനുവേൽ എന്ന് പേര് വിളിക്കണമെന്ന് പറഞ്ഞു. തിന്മയെ തള്ളി നന്മയെ ചെറുക്കാൻ പ്രായമാകുന്നവരെ തൈരും തേരും കൊണ്ട് ഉപജീവിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടിക്കടുപ്പിച്ചു. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന് തലയെ ചതയ്ക്കണമെങ്കിൽ കന്യാഗർഭിണിയായി മകനെ പ്രസവിക്കണം. എന്നിട്ട് ആ മകനെ തൈരും തേനും കൊണ്ട് ഉപജീവനം നടത്തി തിന്മയെ തള്ളാനുള്ള തൻ്റെ ഇടമുള്ള ആ ഇമ്മാനുവേലിനെ വളർത്തുന്നതാണ് ഏറ്റവും വലിയ പണിയെന്ന് മാതാവിന് മനസ്സിലായി. മാതാവ് അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് ഗബ്രിയേൽ മലാഹ വന്ന നീ തന്നെ ആയിരിക്കട്ടെ ആ കന്യക, ആ സ്ത്രീ എന്നൊക്കെ പറഞ്ഞ് ദൈവത്തിന്റെ പദ്ധതി അവതരിപ്പിച്ചപ്പോൾ ഉറച്ചിരുന്ന കല്യാണം മാറ്റി വെച്ചിട്ട് അത് തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞ് മറിയാമിന്റെ ഹൃദയത്തിൽ വചനങ്ങൾ ഇണചേർന്നപ്പോൾ അത് പ്രാർത്ഥനയായി, അത് ധ്യാനമായി, അത് അനുഭവമായി. അങ്ങനെ ആ കന്യക ഒരു അമ്മയായി മാറി. ആ അമ്മയ്ക്ക് കർത്താവിൽ സന്തോഷിക്കാൻ സാധിച്ചു. യേശുക്കുഞ്ഞിനെ പാലൂട്ടുന്നതിന്റെ സന്തോഷം, വളർത്തുന്നതിന്റെ സന്തോഷം, ആ യേശുവിന്റെ മനുഷ്യാവതാര പ്രക്രിയകളെല്ലാം കണ്ട് ആനന്ദിച്ച് കാൽവരി ക്രൂശിന് ചോട്ടിൽ പോയി നിന്ന് പാവപ്പാമ്പ് തല ചതയ്ക്കുന്നതും കണ്ട് ഉയർത്തെഴുന്നേറ്റ് യേശു സ്വകാരണം ചെയ്യുന്നതും അറിഞ്ഞതിന് ശേഷം പെന്തിക്കോസ്തിയിൽ കാത്തിരുന്ന 120 പേരോടൊപ്പം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞപ്പോൾ ആത്മഫലങ്ങൾ വിളയുന്ന വിളഭൂമിയായി മാതാവിന്റെ ഹൃദയം മാറി. മാതാവിന് 120 പേരെ ആത്മാവിൽ നിറയ്ക്കാൻ കഴിഞ്ഞു. നമുക്കും ഹൃദയം ശുദ്ധമായി കിട്ടിയാലുള്ള ഗുണമായി പറഞ്ഞത്. മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 20, 21, 22, 23 വാക്യങ്ങൾ വായിച്ചപ്പോൾ ഹൃദയം ശുദ്ധമായാൽ ആ ഹൃദയത്തിൽ വചനമാകുന്ന വിത്ത് വീണ് ആ വചനം ദൈവമായി നമ്മൾ വളർന്ന് മാതാവിന് കിട്ടിയ അനുഗ്രഹങ്ങളെ നമുക്ക് കിട്ടുമെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. നമ്മുടെ ഹൃദയത്തിൽ യേശു ജനിക്കാത്ത തന്നെ, ജനിച്ചാൽ വളരാത്ത തന്നെ ഈ അശുദ്ധികൾ പോകുന്നില്ല. ഈ അശുദ്ധികളുടെ പുറയിൽ അശുദ്ധാത്മാക്കളുണ്ട്. അശുദ്ധികൾ ഉണ്ടാക്കുന്ന അശുദ്ധാത്മാക്കളെ ഇറക്കിവിട്ട് ഹൃദയം ശുദ്ധീകരിച്ചാൽ നമുക്ക് ദൈവം നല്ലവനാണെന്ന് തിരിച്ചറിയാൻ സാധിക്കും. 73-ാം സങ്കീർത്തനം തുടങ്ങുന്നത് അങ്ങനെയാണ്. ദൈവം നല്ലവനാണെന്ന് തിരിച്ചറിയണമെങ്കിൽ നമ്മുടെ ഹൃദയം ശുദ്ധമായിരിക്കണമെന്ന്. ശുദ്ധ ഹൃദയം ഉള്ളവർക്ക് ദൈവത്തെ നല്ലവനാണെന്ന് തിരിച്ചറിയാൻ സാധിക്കും. നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കപ്പെട്ട് നമ്മുടെ ഉള്ളിൽ ദൈവം ജീവിക്കുകയാണെങ്കിൽ അവൻ മഹത്വത്തിലേക്ക് നമ്മളെ ആനയിക്കുമെന്ന്, അതിനോട് വലതു കൈ പിടിച്ച് നമ്മളെ വഴി നടത്തുമെന്നൊക്കെയും 73-ാം സങ്കീർത്തനക്കാരൻ നമ്മളോട് പഠിപ്പിക്കുന്നു. അപ്പോൾ കർത്താവിന്റെ മനുഷ്യാവതാര പ്രക്രിയ തുടരുന്നതിന് തടസ്സമായി നിൽക്കുന്ന അശുദ്ധികളും അശുദ്ധാത്മാക്കളും നമ്മളിൽ നിന്ന് പോകണമെങ്കിൽ അവർ ചോദിക്കുന്നിടത്തോളം പകരം കൊടുക്കേണ്ടി വരും. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടതാണ്. ഒരു ലെഗിയോൻ ബാധിച്ച മനുഷ്യൻ
ആയിരക്കണക്കിന് ഭൂതങ്ങൾ കയറിക്കഴിഞ്ഞപ്പോൾ അവൻ നഗ്നനായി, ഭ്രാന്തനായി, ബോധമില്ലാതെ ശവക്കല്ലറിൽ കൂടെ ഓടി നടന്ന് അനേകരെ ഉപദ്രവിച്ചതായ ഒരു ഭ്രാന്തൻ യേശുവിൻ്റെ സന്നിധിയിൽ വന്ന് നിലവിളിച്ച് സൗഖ്യം പ്രാപിച്ചപ്പോൾ അവനെ ഭ്രാന്തനാക്കിയ, ദുഷ്ടനാക്കിയ ഭൂതങ്ങൾ വിലപേശി, ഞങ്ങൾക്ക് 2000 പന്നികളെ തരാമെങ്കിൽ ഇവനെ വിട്ടേച്ച് പോക്കൊള്ളാമെന്ന് പറഞ്ഞു. 2000 പന്നിയെ കിട്ടിയപ്പോൾ പന്നിയിലേക്ക് പോയി അവൻ സുബോധം പ്രാപിച്ചു, വസ്ത്രം ധരിച്ചു, യേശുവിൻ്റെ പാദത്തിലിരുന്ന് വചനം കേൾക്കാൻ തുടങ്ങി, സത്യക്രിസ്ത്യാനിയായി തീർന്നു. ഹൃദയത്തിലെ അശുദ്ധികളും അശുദ്ധാത്മാക്കളും പകരം വാങ്ങിച്ചുകൊണ്ട് പോയി പന്നികളിൽ കയറി വെള്ളത്തിലേക്ക് വീണപ്പോൾ ആ മനുഷ്യൻ വിശുദ്ധനായി മാറി. യേശുവിൻ്റെ പാദത്തിലിരുന്ന് യേശുവിൻ്റെ ശിഷ്യനായി മാറി. അവനെ ആ ദേശത്ത് കർത്താവിൻ്റെ വേല ചെയ്യുന്ന ജോലി ഏൽപ്പിച്ചു. അപ്പൊ പരിശുദ്ധ കന്യാമറിയാമിന്റെ ഹൃദയത്തിൽ 100% വചനം പ്രവേശിച്ച് വചനമായ ദൈവത്തെ വളർത്തി രക്ഷകനായ യേശുവിനെ നമുക്ക് സംഭാവന ചെയ്ത അതേ വേല നമുക്ക് തുടരാം. അതിന് മാതാവിൻ്റെ ജനനപ്പെരുന്നാളും വാങ്ങിപ്പെരുന്നാളും നമുക്ക് പ്രചോദനം നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. ഹൃദയത്തിൽ കുടികൊള്ളുന്ന മറഞ്ഞിരിക്കുന്ന 13 തരം അശുദ്ധികളെക്കുറിച്ചാണ് മർക്കോസ് 7:21-22 വാക്യങ്ങൾ വായിച്ചത്. അതിനെ ഒന്ന് അടുക്കിപ്പെറുക്കി പഠിക്കുകയാണെങ്കിൽ അശുദ്ധികൾ വരുന്ന വഴി, വളരുന്ന വഴി, അത് നമ്മളെ മരണത്തിലേക്ക് കൊണ്ടുപോകുന്ന വഴി ഇതിനകത്ത് സൂചിപ്പിക്കുന്നുണ്ട്. മർക്കോസ് 7:21 മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്ന് ദുശ്ചിന്ത, വ്യഭിചാരം, വേശ്യാദോഷം, കൊലപാതകം, മോഷണം, അത്യാഗ്രഹം, ദുഷ്ടത, വഞ്ചന, കാമാസക്തി, അസൂയ, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ ഉണ്ടാകുന്നു എന്ന് പറയുന്നു. ഇതൊന്ന് അടുക്കിപ്പെറുക്കി പഠിക്കുകയാണെങ്കിൽ കൊലപാതകത്തിലെത്തിക്കുന്നതും അത്യാഗ്രഹത്തിൽ തുടങ്ങുന്നതുമാണ് അശുദ്ധികൾ. അപ്പോൾ എല്ലാ ദിവസവും നമ്മുടെ ഹൃദയത്തെ പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ അശുദ്ധാത്മാക്കൾ കയറി നമ്മളെ അശുദ്ധമാക്കുന്നുണ്ടോ എന്നറിയാൻ ഈ വേദഭാഗം സ്വയപരിശോധനയ്ക്ക് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. ദുഷ്ചിന്തകൾ, ആ ദുഷ്ചിന്തകൾ എന്തെല്ലാം കാര്യങ്ങൾ വരും. അത്യാഗ്രഹം, അപ്പൊ ദുഷ്ചിന്തകൾ ദുഷ്ടതയിൽ നിന്നാണ് വരുന്നത്. ദുഷ്ചിന്തകൾ ദുഷ്ടതയിൽ നിന്ന് വരുന്നു. ദുഷ്ടതയുള്ള ഹൃദയത്തിന് സമാധാനമില്ല. അത്യാഗ്രഹം വരുന്നു, അസൂയ വരുന്നു, അഹങ്കാരം ഉണ്ടാകുന്നു. ഈ അത്യാഗ്രഹവും അസൂയയും ദുഷ്ചിന്തകളും നടപ്പിലാക്കാനുള്ള ബന്ധപ്പാടിൽ പല അരുതാത്തത് പറയേണ്ടി വരും, അരുതാത്തത് ചെയ്യേണ്ടി വരുന്നു. അവസാനം കോപം മൂത്തിട്ട് കൊലപാതകത്തിലേക്ക് നീങ്ങുകയാണ്. ആദാമിന്റെ ഹവ്വയുടെയും കുടുംബത്തിലേക്ക് നോക്കിയാൽ ആദ്യം ഉണ്ടായ കായൻ ദുഷ്ടനായിരുന്നു. ദുഷ്ടനിൽ നിന്ന് ജനിച്ച ദുഷ്ടനായിരുന്നു. ദുഷ്ടന്റെ ഹൃദയത്തിന് സമാധാനമില്ല. അവൻ കലങ്ങി മറിയുന്ന കടൽ പോലെയാണെന്ന് യെശയ്യാ 57 അവസാനം നമ്മൾ വായിച്ചിട്ടുണ്ട്. ആദാമിന്റെ ഹവ്വയുടെയും കുടുംബത്തിൽ ആദ്യമായി പിറന്ന കയൻ ദുഷ്ടനിൽ നിന്നാണ് ജനിച്ചതെന്നുള്ള കാര്യം 1 യോഹന്നാൻ 3 നമ്മൾ വായിക്കണം. അപ്പൊ അശുദ്ധികളും അശുദ്ധാത്മാക്കളും ജന്മം മുതൽ നമ്മളിൽ അവകാശം പറഞ്ഞ് കയറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം സൂചിപ്പിക്കുന്നു. കൊലപാതകനായി തീർന്ന കയൻ ദൈവപ്രസാദം നേടിയ ഹാബേലിനെ കൊല്ലുന്നു. അതെങ്ങനെയാണ് ആരംഭിച്ചത്? രണ്ടുപേരും ബലികഴിക്കാൻ പോയി.
ഹാവേലിന്റെ ബലി ദൈവം സ്വീകരിച്ചു, ഹായേന്റെ ബലി സ്വീകരിക്കുന്നില്ല. അപ്പോൾ അസൂയ വരുന്നു. ആ കായന്റെ ഹൃദയത്തിലുണ്ടായ ദുഷ്ചിന്തകൾ, അത്യാഗ്രഹങ്ങൾ, അവ അസൂയയോടുകൂടെ തന്റെ സഹോദരനെ കൊല്ലാൻ പ്രേരിപ്പിച്ചു. അപ്പൊ നമ്മുടെ ഹൃദയം ശുദ്ധീകരിച്ചില്ലെങ്കിൽ ദുഷ്ടതയും ദുഷ്ചിന്തയും അഹങ്കാരവും അത്യാഗ്രഹവും എല്ലാം വന്നിട്ട് അവസാനത്തെ കൊലപാതകത്തിൽ എത്തിച്ചേരും. ഒരാളെ കൊല്ലാന് സൗകര്യമില്ലാത്തതുകൊണ്ട് കൊല്ലാതെ നടക്കുന്നവരുണ്ട്. കായന് ഹാവേലിനെ വിളിച്ചോണ്ട് പോയി വയലിൽ വെച്ച് കൊന്നു എന്നാ പറയും. ഇതുപോലെ നമ്മൾ അസൂയയും അത്യാഗ്രഹവും ഉണ്ടായിട്ട് ആരെങ്കിലും കൊല്ലാൻ ആഗ്രഹിച്ചാൽ ഉടനെ കൊല്ലാൻ സൗകര്യം ഇല്ലാത്തതുകൊണ്ട്, സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് മുറിമുറുത്തുകൊണ്ട് നടക്കാനുള്ള കാലം ഉണ്ടാകാം. ഈ ഗതികളൊക്കെ വരാതിരിക്കണമെങ്കിൽ ഹൃദയം എന്നും എപ്പോഴും ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കണമെന്നാണ് പറഞ്ഞത്. ഹൃദയത്തെ നമുക്ക് എങ്ങനെ ശുദ്ധീകരിക്കാൻ സാധിക്കും? സമാധാനമില്ലാത്ത ചിന്തകൾ, ആഗ്രഹങ്ങൾ, അത്യാഗ്രഹങ്ങൾ ഇവയെല്ലാം വരുമ്പോൾ അതിന്റെ പുറകിൽ എത്ര ദുരാത്മാക്കളുണ്ടെന്ന് അന്വേഷിക്കണം. ദുരാത്മാക്കളാണ് അത്യാഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നത്. ലഘുവൻ ബാധിച്ചവന്റെ ഉള്ളിൽ ആയിരക്കണക്കിന് ഭൂതങ്ങൾ കയറിയപ്പോഴാണ് അവനെ ഭ്രാന്തനായി, ക്രൂരനായി, ചങ്ങല പോലും പൊട്ടിച്ചുകൊണ്ട് ഓടി നടക്കുന്ന ഒരു മതയാനിയെ പോലെ പെരുമാറിയത്. അവനിൽ കുടികൊണ്ടിരുന്നതായ അശുദ്ധാത്മാക്കൾക്ക് പകരം കൊടുത്തവനെ മാറ്റിയപ്പോൾ അവൻ സൽസ്വഭാവിയായി മാറി. എല്ലാ ദുസ്വഭാവങ്ങളുടെയും പുറയിൽ ദുരാത്മാക്കളുണ്ട്. എല്ലാ അശുദ്ധ പ്രവൃത്തികളുടെയും പുറയിൽ അശുദ്ധാത്മാക്കളുണ്ട്. മഗ്ദലന മറിയം വ്യഭിചാരിണിയായി പകല് പോലും പുരുഷന്മാരെ തട്ടിക്കൊണ്ടുപോകുന്ന ഭ്രാന്തിയായിരുന്നു. ഒരു ബോധവുമില്ല, ആരെ കിട്ടിയാലും എടുത്തുകൊണ്ട് പോകും. അതിന്റെ കാരണം എന്താ? 7 ഭൂതങ്ങൾ കയറി. 7 ഭൂതങ്ങൾ ഏറി ബോധമില്ലാതായി പിടിക്കപ്പെട്ടു കല്ലെറിഞ്ഞു കൊല്ലാനായിട്ട് കൊണ്ടുവന്നപ്പോൾ 7 ഭൂതങ്ങൾക്ക് പകരം കൊടുത്ത കർത്താവ് അതിനെ കുടിയിറക്കി. അവളുടെ ഹൃദയത്തിൽ വചനം നിക്ഷേപിച്ചു. ഇനി പാപം ചെയ്യരുതെന്നുള്ള വചനം കൊടുത്ത് അവളെ ശുദ്ധീകരിച്ച് അവൾക്ക് പാപബോധം വന്നു. അവൾ കർത്താവിന്റെ കാലിൽ കണ്ണുനീരൊഴിച്ച് അനുദപിച്ച് ഏറ്റുപറഞ്ഞ് ഇനി പാപം ചെയ്യല എന്ന് പറഞ്ഞ് എന്നെ വെറുതെ വിടരുത്, പാപം ചെയ്തെന്ന് പറഞ്ഞെന്നെ പറഞ്ഞു വിടല്, ഇനിയും പാപലോകത്തിലേക്ക് ഞാൻ പോകേണ്ടി വരുന്നത്. അതുകൊണ്ട് ഇനിയും പാപം ചെയ്യാതിരിക്കണമെങ്കിൽ ഞാൻ നിന്റെ കൂടെ തന്നെ നടന്നേ മതിയാവും. അങ്ങനെ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് സത്യകുംഭസാരവും കഴിഞ്ഞ് കർത്താവിന്റെ കാലെ പിടിച്ച് ഞാൻ നിന്റെ കൂടെ തന്നെ മാറാതെ നിന്നോളാമെന്ന് പറഞ്ഞു. ഇപ്പൊ 7 ഭൂതങ്ങൾ പോയ സ്ഥാനത്ത് വചനങ്ങൾക്ക് സ്ഥാനം കിട്ടിയപ്പോൾ കർത്താവിനെ അനുഗമിച്ചു, കുരിശിന് ചുവട് വരച്ചെന്നു. മാതാവിനോടൊപ്പം മഗ്ദലന മറിയത്തിന് യേശുവിന് വേണ്ടി മരിക്കുവാനും ജീവിക്കുവാനും, യേശു മരിക്കുന്നത് കാണാനും ഉയർത്തുന്നത് കാണാനും ഒക്കെ ഭാഗ്യം കിട്ടി. കന്യാകുമാരിയാൻ കഴിഞ്ഞാൽ പിന്നെ ശുദ്ധിമതിയായി ഇന്ന് മഗ്ദലന മറിയം അറിയപ്പെടുന്നു. നമുക്ക് വായിക്കൂടെ ഇത്? അപ്പൊ നമ്മളുടെ ജന്മം മുതൽ നമ്മളെ വേട്ടയാടിക്കൊണ്ട് നമ്മുടെ കൂടെ നടക്കുന്ന തിന്മയുടെ ശക്തികൾക്ക് പകരം കൊടുത്തേക്കാം, എനിക്ക് യേശു മാത്രം മതി എന്ന് പറയുമ്പോൾ നമുക്ക് പകരമായി ക്രൂശിനെ സഭയും മറ്റു മനുഷ്യരെയും കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ വചനപ്രകാരം യെശയ്യാ 41 അധ്യായത്തിന് 3-ാം വാക്യപ്രകാരം നമുക്ക് വിശുദ്ധരാകാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ കൂടെ എത്ര അശുദ്ധാത്മാക്കളുണ്ടെന്ന് എൻ്റെ കണക്കെടുക്കണം. അശുദ്ധാത്മാക്കൾ എത്ര പകരം ചോദിക്കുന്നത് ചോദിച്ചാൽ പകരം ഉള്ളതിനെ പകരം ചോദിക്കുന്നിടത്തോളം വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വിശുദ്ധരാകാൻ സാധിക്കും. കൃപായുഗം കർത്താവ് നീട്ടിക്കൊണ്ടിരിക്കുന്നതിനാണ്. അതുകൊണ്ട് മാതാവിന്റെ വാങ്ങിപ്പെരുന്നാളും മാതാവിന്റെ ജനനപ്പെരുന്നാളും വാങ്ങിപ്പെരുന്നാളും എല്ലാം കഴിഞ്ഞിരിക്കുമ്പോൾ മാതാവിനോടൊപ്പം കുരിശിന് ചുവട്ടിൽ മഗ്ദലന മറിയത്തിന് പറയാനുള്ളതാണ്, ഞാൻ ഒരു അശുദ്ധ സ്ത്രീയായിരുന്നു, അശുദ്ധാത്മാക്കൾ കയറി ഞാൻ ബോധമില്ലാതെ വലതും ചെയ്ത ആളാണ്.
പക്ഷെ കർത്താവ് എനിക്ക് പകരമായി തീർന്നു. ഞാൻ മരിക്കേണ്ടതിന് പകരം യേശു മരിച്ചു. എന്നെ എറിയാൻ കൊണ്ടുവന്നതല്ല, അവൻ്റെ നേരെ നീട്ടി. കർത്താവ് മനുഷ്യജാതിക്ക് മുഴുവൻ വേണ്ടി മരിച്ചത് എനിക്ക് വേണ്ടിയും കൂടിയാണെന്നുള്ള ബോധ്യത്തിൽ അങ്ങനെ ഹൃദയം ശുദ്ധമായി വചനം വളർന്ന് ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗാരോഹണം ചെയ്തപ്പോൾ പെന്തിക്കോസ്തിയിൽ കാത്തിരുന്ന 120 കൂടെ മഗ്ദല മറിയത്തിന് സ്ഥാനം കിട്ടി. ആത്മാവിൽ നിറഞ്ഞു. ലോകത്തിൽ അനേകർക്ക് കർത്താവിനെ കാണാനുള്ള വേദിയായി മാറി. ഹൃദയം ശുദ്ധീകരിക്കപ്പെട്ടു. ആ ഹൃദയത്തിൽ നിന്ന് ആത്മഫലങ്ങൾ വിളഞ്ഞു ശുദ്ധിമതിയായി മാറി. മാതാവിൻ്റെ വാങ്ങിപ്പെരുന്നാളിന് ശേഷമുള്ള 5-ാം വാരത്തിൽ അടുത്ത ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് വരുമ്പോൾ മാതാവിനെ പോലെയും മഗ്ദല മറിയത്തിനെ പോലെയും സ്വർഗ്ഗാരോഹണം ചെയ്ത് യേശുവിൻ്റെ കൂടെയാകുവാൻ, അവൻ്റെ ഉള്ളിലാകുവാൻ നമുക്കും സാധിക്കുമെന്നുള്ള പ്രത്യാശയോടെ ജീവിതയാത്ര ചെയ്യാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അത്യാഗ്രഹത്തിലും അഹങ്കാരത്തിലും ആരംഭിച്ച കൊലപാതകത്തിൽ അവസാനിക്കുന്ന അശുദ്ധി അതിൻ്റെ തുടക്കത്തിലെ തന്നെ മാറ്റാൻ സാധിക്കും. ആരെങ്കിലും നമ്മൾ തല്ലിക്കൊല്ലുന്നിടം വരെ ഈ അശുദ്ധി കൊണ്ടു നടക്കണമെന്നില്ല. ഇത് അതിലേക്കാണ് നീങ്ങുന്നെന്നുള്ള കാര്യമാണ് ഇത് സൂചിപ്പിക്കുന്നത്. അങ്ങനെ അത്യാഗ്രഹത്തിലും അഹങ്കാരത്തിലും ആരംഭിച്ച് കൊലപാതകത്തിൽ അവസാനിക്കുന്ന 13 തരം അശുദ്ധികൾ അത് അന്നന്ന് കണ്ടെത്തി നമ്മളെ ശുദ്ധീകരിപ്പാൻ നമ്മുടെ യാമപ്രാർത്ഥനകൾ, നമ്മുടെ ഉപവാസങ്ങൾ, നമ്മുടെ പ്രാർത്ഥനകൾ, ആരാധനകളെല്ലാം ഉതകട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, വാങ്ങിപ്പെരുന്നാളിന് ശേഷമുള്ള 5-ാം ഞായറാഴ്ച വരുന്നു. അന്ന് വായിക്കേണ്ടതായ മർക്കോസിന് 7-ാം അധ്യായം ഞങ്ങൾ വായിച്ചു. ഇത് വായിച്ചിട്ട് അനേക അശുദ്ധാത്മ ബന്ധനത്തിലുണ്ടായിരുന്നവർ, ഭൂതബാധിതരായിരുന്നവർ, ദുഷ്ടരായിരുന്നവർ, കൊലപാതകികളായിരുന്നവർ, കോപികളായിരുന്നവർ, ദുരാഗ്രഹികളായിരുന്നവരൊക്കെയും വിശുദ്ധരായി മാറിയ കഥ ഞങ്ങൾ കേട്ടു. ഞങ്ങളുടെയും വിശുദ്ധിയെയും നന്മയെയും മുടക്കുന്ന നന്മ മുടക്കികൾ, വിശുദ്ധി മുടക്കികൾ, അശുദ്ധാത്മാക്കൾ, അശുദ്ധി താങ്ങികൾ എന്നൊക്കെ പറഞ്ഞ എല്ലാ വിശുദ്ധി മുടക്കികളെയും അശുദ്ധി താങ്ങികളെയും കണ്ടെത്തി അവയ്ക്കെല്ലാം പകരം കൊടുക്കുവാൻ ദൈവത്തിൻ്റെ കൃപാസനത്തിലെല്ലാം ഞങ്ങൾ വന്നിരിക്കുന്നു. ഇന്നിവിടെ വന്നിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. വന്നിട്ട് ഈ തിരുവചന പ്രകാരം ഞങ്ങൾ ശുദ്ധീകരിക്കപ്പെടുവാൻ ഞങ്ങൾ കാത്തിരിക്കുന്നു. യേശുവിൻ്റെ വചനം, യേശുവിൻ്റെ ആത്മാവ്, യേശുവിൻ്റെ രക്തം, പ്രാർത്ഥന, സ്തോത്രം, സ്തുതി ഇവയെല്ലാം ഞങ്ങളെ ശുദ്ധീകരിപ്പാൻ ഉള്ളതിനെ ഞങ്ങൾ പ്രയോജനപ്പെടുത്തിയോ എന്ന് ഞങ്ങളോട് തന്നെ ചോദിക്കുന്നു. കൃപായുഗം തീരുന്നതിന് മുമ്പ് വായിച്ച വചനങ്ങൾ മുഴുവൻ ഞങ്ങൾ ഹൃദയത്തിൽ ഇണചേർത്ത് ഹൃദയ സമുദ്രം പോലെ വിശാലമായി അവിടേക്ക് നദി പോലെ സമാധാനം ഒഴുകി വന്ന് അത് അനേകരിലേക്ക് കവിഞ്ഞൊഴുകി ഞങ്ങൾ കുടുംബം രക്ഷപ്പെടുവാനിടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വന്നിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ യാചിക്കുന്നത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയേറ്റുവാനായിട്ട് തന്നെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. രാജ്യം വരണമേ. നിന്റെ സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണം.